ലൈവ് ന്യൂസ് പുതുക്കാട്. അതിൻ്റെ വിജയകരമായ പൂർത്തീകരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഇത് കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും മൊത്തം തന്നെ ഏറ്റവും ഉപകാരപ്രദമാണെന്നും ഈ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് വേണ്ടി ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്കാണ് പരന്തരപ്പിലേക്ക് കൂടുതലായിട്ടുള്ള ഇത് കിട്ടുക. അപ്പോൾ എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കനാലിൽ വെള്ളം ചാടുക, അവിടെ ജലസമൃദ്ധിയാവുക, അതിനെ തുടർന്ന് അവിടുത്തെ കൃഷിക്കും ഇതിനും ഈ ജലം ഉപയുക്തമാക്കുക. അപ്പോൾ ഏറ്റവും ഗുണം അളഗപ്പനഗർ പഞ്ചായത്തിനാണ്. ലൈവ് ന്യൂസ് പുതുക്കാട്. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ 5 ഗ്രാമപഞ്ചായത്തുകളിലെ ജലസേചന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി 10-30 വർഷം മുമ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. ആ പദ്ധതിയുടെ 1ാം ഘട്ട പൂർത്തീകരണം ഇന്ന് നടന്നിരിക്കുകയാണ്. തോട്ടുമുഖത്തെ പമ്പ് ഹൗസിൽ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി അതിൻ്റെ സ്വിച്ച് ഓൺ നിർവഹിച്ച് വെള്ളം ടാങ്കിലേക്ക് ചാടിച്ച് ഇനി അവിടെ നിന്ന് കനാലിലേക്ക് എത്തി. അതിങ്ങനെ കുറേയേറെ സഞ്ചരിക്കേണ്ടതുണ്ട്. അതിന് കുറച്ച് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് അതിനുള്ളിൽ, ഈ കനാലിലൊക്കെ. അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അത് പതുക്കെ ചെയ്യും. വെള്ളം ചാടുന്ന ആ പ്രവർത്തനം പൂർത്തീകരിച്ചു. അതിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ് ഏറ്റവും മികച്ച നിലയിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിരവധി പേരുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. മുൻകാല ജനപ്രതിനിധികൾ, മുൻകാല കർഷകർ, അങ്ങനെ തുടങ്ങി ഉദ്യോഗസ്ഥർ എല്ലാവരും ചേർന്നാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചത്. അതിൻ്റെ വിജയകരമായ പൂർത്തീകരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സംഭവം പ്രത്യേകിച്ച് അളഗപ്പനഗർ പഞ്ചായത്തിന് ഏറെ സന്തോഷവും അതിലേറെ ആഹ്ലാദമുള്ളതാണ്. യശസ്വിനെ മുൻമന്ത്രി KP ഉസാനെ ആരംഭിച്ച് ആ കാലഘട്ടത്തെ തുടർന്ന് അന്നത്തെ ശ്രീ കൂളദേവസി മാഷും തോമസ് മഞ്ഞൾ ഉൾപ്പെടെയുള്ള മുൻകാല ജനപ്രതിനിധികൾ ഈ പദ്ധതിക്ക് വേണ്ടി അരോഹരാത്രം പ്രവർത്തിച്ചതും എൻ്റെ ഓർമ്മയിൽ ഈ അവസരത്തിൽ വരികയാണ്. തീർച്ചയായിട്ടും ഈ പദ്ധതി ഇന്നലെ അളഗപ്പനഗർ പഞ്ചായത്തിൻ്റെ 9ാം വാർഡിൽ ഈ വെള്ളം ട്രയൽ റണ്ണിലൂടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് യാഥാർത്ഥ്യമായി മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ചും അളഗപ്പനഗറിന് തികച്ചും വലിയൊരു നേട്ടമായി മാറുമെന്നും ഇത് കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും മൊത്തം തന്നെ ഏറ്റവും ഉപകാരപ്രദമാണെന്നും ഈ പദ്ധതി മുടക്കമില്ലാതെ മുന്നോട്ട് പോകണമെന്നും മാത്രം നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചൈതന്യമേ കൈകൾ പൂക്കുന്നു
തുറയിലാണ് നമുക്ക് അറിയിപ്പ് ലഭിച്ചത്. അതുപോലെ തന്നെ ഇന്നിവിടെ നമ്മുടെ ആദരണീയനായ മന്ത്രിയോട് സൂചിപ്പിക്കാനുള്ളത് നമ്മൾക്ക് ഈ പരിപാടിയിൽ എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം ഒറ്റ വാക്കിൽ നിന്ന് പറയാനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയ മന്ത്രി പറഞ്ഞത്. അദ്ദേഹത്തിന് ചാവക്കാട് ഈ പരിപാടി കഴിഞ്ഞ് ഉടനെ എത്തേണ്ടതുണ്ട്. ഇന്നിവിടെ പൂവണിയുന്നത് തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്. 30 വർഷത്തോളമായി ഇതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ച് ടാങ്കിയുടെ പണി കഴിഞ്ഞതിന് ശേഷം ഈ ഭരതരപ്പള്ളി പഞ്ചായത്തിൽ തന്നെ പൈപ്പിടലുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായി. ഇതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട എംഎൽഎയുടെ ഇടപെടലും എല്ലാവരും ഉണ്ടായി. എല്ലാ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കുടിവെള്ള കാര്യത്തിലും ക്ഷാമം അനുഭവിക്കുന്ന പഞ്ചായത്തിൽ കൂടെയാണ് വലിയൊരു കരാർ കർഷക സമിതി കൃഷി ചെയ്യുന്നത്. നമ്മുടെ നടന്നിട്ടില്ല. നല്ല ഇടപെടൽ നമ്മുടെ എല്ലാ ഭാഗത്തും നമ്മുടെ മിശ്രഭാഗത്തും ഉണ്ടായി. ഇടപെടലുകൾ തന്നെ നമ്മളത് സംഭവിക്കുന്ന പതിനൊന്ന് പരിപാടികളാണ് ഉള്ളത്. 5ാമത്തെ പരിപാടിയാണ് എത്തിയത്. ഉച്ചഭക്ഷണം പോലും ഇവിടെ ഒരുക്കേണ്ടതില്ല. ചാവക്കാട് എത്തണം 2 മണിക്ക്. ഏകദേശം 20 വർഷക്കാലം മുൻപ് തുടങ്ങിയൊരു പദ്ധതിയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എല്ലാ ഭാഗത്തും പരിഹരിച്ചുകൊണ്ട് അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബ്ലോക്ക് അതിർത്തിയിൽ തന്നെയുള്ള 5 പഞ്ചായത്തുകൾക്കാണ് ഇതിൻ്റെ ഗുണം കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 2ാം ഘട്ടത്തിലേക്കാണ് ഭരതരപ്പള്ളിക്ക് കൂടുതലായിട്ടുള്ള ഇത് കിട്ടുക. അപ്പോൾ എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് കാലമായിട്ട് പ്രത്യേകിച്ച് വരന്തരപ്പള്ളി, അളഗപ്പനഗർ, പുതുക്കാട്, നെന്മണിക്കര, തൃക്കൂർ പഞ്ചായത്തുകളിലെ ജനങ്ങൾ നോക്കിക്കാണുന്ന ഒരു പദ്ധതിയാണ് തോട്ടുമുഖം പദ്ധതി. ആ തോട്ടുമുഖം പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാവുക എന്ന് പറഞ്ഞാൽ അത് ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു സുദിനമാണ്. ഏറെ പരിശ്രമങ്ങൾ, ഒരുപാട് ആളുകളുടെ ഏറെ പരിശ്രമങ്ങളുടെ ഭാഗമായി ഇപ്പോഴത്തെ നമ്മുടെ MLAയുടെ സജീവമായ ഇടപെടലിൻ്റെയും ഭാഗമായിട്ടാണ് ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുന്നത്. നമ്മുടെ വരന്തരപ്പള്ളി പഞ്ചായത്ത്
പ്രത്യേകിച്ച് അളകപ്പനഗർ പഞ്ചായത്ത് അതിൻ്റെ നടുവിൽ കൂടിയാണ് കനാൽ പോകുന്നത്. ആ കനാലിൽ വെള്ളം ചാടുക, അവിടെ ജലസമൃദ്ധിയാവുക, അതിനെ തുടർന്ന് അവിടുത്തെ കൃഷിക്കും ഇതിനും ഈ ജലം ഉപയുക്തമാക്കുക. അപ്പോൾ ഏറ്റവും ഗുണം അളകപ്പനഗർ പഞ്ചായത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പഞ്ചായത്തിൻ്റെയൊക്കെ തന്നെ ഒരു ഉദ്ഘാടനത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ സജീവമായ ഇടപെടൽ ഞങ്ങൾ പ്രതീക്ഷിച്ചു. ആ ഭരണസമിതിയിൽ അങ്ങനെ ഒരു ഇടപെടൽ നമുക്ക് സജീവമായി കിട്ടിയില്ല. പക്ഷെ എന്നിരുന്നാലും തോട്ടുമുങ്ങി യാഥാർത്ഥ്യമായി. അളകപ്പയിലെ വരന്തരപ്പള്ളിയിലെ തൃക്കൂരത്തൊക്കെ ജനങ്ങൾക്ക് അതിൻ്റെ ഒരു സന്തോഷം ഇന്നുണ്ട്. അതാണ് നമ്മുടെ ഈ ഉദ്ഘാടനം ഇവിടെ കണ്ടത്. എല്ലാ തോട്ടുമുഖം പദ്ധതിക്ക് അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. 5 പഞ്ചായത്തുകളെ കേന്ദ്രീകരിക്കുന്ന തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഇന്ന് നാടിനു വേണ്ടി ബഹുമാനപ്പെട്ട പുതുക്കാട് നിയോജക മണ്ഡലം MLA ശ്രീ KK രാമചന്ദ്രൻ അവരുടെ അധ്യക്ഷതയിൽ ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷിൻ അഗസ്റ്റിൻ അവർകൾ ഇന്ന് നാടിന് സമർപ്പിക്കുകയുണ്ടായി. ഈ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് വേണ്ടി ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഒപ്പം നിന്ന നമ്മുടെ ജനകീയ MLA ശ്രീ KK രാമചന്ദ്രനും സംസ്ഥാനത്തിനും മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും റവന്യൂ ഉദ്യോഗസ്ഥർ, മൈനർ ഇറിഗേഷൻ AAXC എല്ലാവർക്കും ഒത്തിരി അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. വർഷമായി കേട്ടു തുടങ്ങിയ ഒരു പേര് 20 വർഷം മുമ്പ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച തോട്ടുമുഖം അത് നിരവധിയായ കടമ്പകൾ കടന്ന് ഇന്നലെ രാത്രി കളികളിൽ വിപുലീകരണത്തിൽ 5 പഞ്ചായത്തുകളിലെ 10,000 മനുഷ്യർ സന്തോഷം കൊണ്ട് ആഹ്ലാദം കൊണ്ട് ഏറെ സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങിയ വീടാക്കുകയാണ്. കാരണം നമ്മുടെ പറമ്പിൽ പ്രദേശങ്ങളിൽ എല്ലാം ഉദ്ഘാടന മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ പദ്ധതിയുടെ പൂർത്തീകരണം. ആ പദ്ധതിയുടെ പൂർത്തീകരണം സഫലമായിരിക്കുകയാണ്. ഏതാണ്ട് 500 ഹെക്ടർ സ്ഥലത്ത് കൃഷിക്ക് നമുക്കേവർക്കും പ്രിയപ്പെട്ട പുതുക്കാട് നിയോജകമണ്ഡലം MLA ശ്രീ KK രാമചന്ദ്രൻ അവർ ഉദ്ഘാടനം നിർവഹിച്ച കേരള ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾക്ക് ആരംഭിച്ചു. വലിയ സംസാരത്തിന് അവസരമില്ല എന്നുള്ള നല്ല ബോധ്യത്തെ കൂടെ തന്നെ പറയട്ടെ. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് ഞാൻ ഈ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷനെ കുറിച്ച് കേൾക്കുന്നത്. ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റി. ശരീരനായ മുൻ മന്ത്രിയും നമ്മുടെ MLAയുമായ ശ്രീ KP വിശ്വനാഥൻ്റെ മന്ത്രിയായിരുന്ന കാലത്താണ് നമ്മൾ ഈ പരിപാടി അല്ലെങ്കിൽ ഈ പദ്ധതിക്ക് രൂപം നൽകി ആരംഭിച്ചത്. പിന്നീട് ഒരു പ്രദേശത്തിൻ്റെ സമഗ്ര വികസനവുമായി ലക്ഷ്യം വെച്ചുകൊണ്ടും വിവിധ പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിലെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കാർഷിക മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നമ്മുടെ മണ്ഡലത്തിലെ 5 ഗ്രാമപഞ്ചായത്തുകൾക്ക് കൃഷിക്കും അതോടൊപ്പം തന്നെ ശുദ്ധ ജലത്തിനും കുടിവെള്ളത്തിനും വേണ്ടിയുള്ള ഒരു ഇടപെടലിൻ്റെ കൂടി ഭാഗമായിട്ടാണ് തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. നേരത്തെ പറഞ്ഞതുപോലെ KP വിശ്വനാഥനും തോമസ് മഞ്ചളിയും ദേവസി മാഷും ഒക്കെ ഒരുപാട് പ്രയത്നിച്ച, ഒരുപാട് സ്വപ്നം കണ്ട, എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ചൊരു പദ്ധതിയാണ് നമ്മുടെ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഇവിടെ നടന്നത്. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചത് മുൻ മന്ത്രിയും MLAയുമായ ശ്രീ KP വിശ്വനാഥൻ അവർ തുടങ്ങി വെച്ചു. അന്നുണ്ടായിരുന്ന എല്ലാ ജനപ്രതിനിധികളുടെയും ഇന്നുവരെ ഉണ്ടായിരുന്ന പ്രമുഖ വ്യക്തികളുടെയും അതുപോലെ സാധാരണക്കാരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഉദ്ഘാടനം ചെയ്ത വകുപ്പ് മന്ത്രിയടക്കം വേദിയിലെ
മുതിർന്ന ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് കേരളം രൂപം കൊണ്ടതിന് ശേഷം ഇത്രയധികം പഞ്ചായത്തുകൾക്ക് ഉൽപാദന രംഗത്ത് ഗുണകരമായ ഒരു മാറ്റം വരാവുന്ന പദ്ധതി 18 വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഒരു ഫലം ഇന്ന് നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തോട്ടുമുഖം LI എന്ന സ്വപ്നം ഇന്ന് സാക്ഷാത്കരിച്ചു. നമുക്കറിയാം 5ഓളം പഞ്ചായത്തുകൾക്ക് ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് തോട്ടുമുഖം LI. സൂചിപ്പിച്ചു കഴിഞ്ഞു. ദീർഘകാലമായി നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന, പ്രത്യേകിച്ച് എൻ്റെ ഓർമ്മപ്പെടുന്ന പയ്യാക്കര വരാക്കര പ്രദേശങ്ങളിലൊക്കെ ആളുകളുടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ. കുറച്ച് ഡിലേ ആയി പോയെങ്കിലും ഇന്നിവിടെ പൂർത്തീകരിക്കപ്പെടുന്ന ഈ സന്തോഷ ദിവസമുള്ളവർ ഒരിറ്റ് വെള്ളം ഭൂമിയിൽ വീഴുമ്പോൾ ഭൂമി സന്തോഷിക്കും. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സും സന്തോഷിക്കും. സമൃദ്ധമായി നമ്മുടെ പ്രദേശത്ത് ജലമുണ്ടാകാൻ വേണ്ടി എല്ലാവരും ആലോചിച്ച് സഹകരിച്ച് തോട്ടുമുഖം ഇറിഗേഷൻ പദ്ധതി ആരംഭിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നല്ലവരായ നാട്ടുകാർക്കും ഉദ്യോഗസ്ഥർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ സ്വാഗതം അർപ്പിച്ച പരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അജിത സുധാകരന് എൻ്റെ നന്ദി അറിയിക്കുന്നു. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം. അധികാരിവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 809039 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.